ഹലോ ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പറ എങ്ങോട്ടാ പോണം? കൊടുങ്ങല്ലൂർക്ക് പോവാ, അമ്പലം. അപ്പം പോണ വഴി കാണാം. ബൈ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7:15 കഴിഞ്ഞു. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്, എങ്കിലും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ 7:15 കഴിഞ്ഞു. ഇനി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്താമെന്നാണ് ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ടൈം വെച്ചിട്ട് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയൊക്കെ കുറേ പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂച്ചിനിപ്പാടം വഴി കടലാശ്ശേരി റൂട്ട് തിരിഞ്ഞ് മാപ്രാണം വഴിയാണ് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോകുന്നത് കേട്ടോ. ഈ പാടം നമ്മൾ മാപ്രാണം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു പാടമൊക്കെയാണ് കേട്ടോ. ഈ പാടം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക അമ്മയുടെ ആങ്ങളയുണ്ട്. മാമൻ എപ്പോഴും നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ലൊക്കേഷനാണിത്. അച്ഛൻ ഗൾഫിൽ നിന്ന് ഡ്രസ്സ് കൊടുത്ത് അയക്കുമ്പോൾ അതിട്ടിട്ട് ഫോട്ടോ എടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ വരിക. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നമുക്ക് ഭയങ്കര ഫേവറേറ്റാണ്. നമ്മൾ ആദ്യം പോണത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അമ്പലത്തേക്ക് ഒരു 5 മിനിറ്റ് മാത്രമാണ് ഉള്ളത്. കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഒരുപാടുണ്ടല്ലേ. വളരെയധികം ചരിത്രം ഉറങ്ങുന്ന നാടാണ് കൊടുങ്ങല്ലൂർ. പഴയ കാലത്ത് ഇത് വലിയൊരു തുറമുഖ പട്ടണമായിരുന്നു. ചേര രാജാക്കന്മാരുടെ തലസ്ഥാനം ഇവിടെയായിരുന്നു. പല വിദേശ രാജാക്കന്മാരും കച്ചവടക്കാരൊക്കെ എത്തിയിട്ട് ഇവിടെ കച്ചവടമൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ മോസ്കും ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പിതാവിൻ്റെ സ്ഥാനമാണ് ഈ തിരുവഞ്ചിക്കുളത്തപ്പന് ഉള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചിക്കുളത്ത് തൊഴുതതിന് ശേഷമാണ് കൊടുങ്ങല്ലൂർ അമ്മയെ തൊഴേണ്ടതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. അതിന് ഡ്രസ്സ് മാറ്റിക്കാനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. മുണ്ടൊക്കെ ഉടുപ്പിക്കാനായിട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സമ്മതിക്കണില്ല. അവസാനം 2 ബിസ്ക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് അതി ഡ്രസ്സ് മാറാനായിട്ട് സമ്മതിച്ചത് കേട്ടോ. കേരളത്തിലെ ആദ്യകാല ശിവക്ഷേത്രത്തിൽ ഒന്നാണ് ഇത്, ഈ അമ്പലം. ഈ അമ്പലത്തിന് 1200 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പരശുരാമൻ സൃഷ്ടിച്ച 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രം ഭയങ്കര പുരാതനമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് ഇതുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണൊന്നും അവിടേക്ക് അലൗഡ് അല്ല. അവിടെ ഫോണൊക്കെ യൂസ് ചെയ്താൽ സ്ട്രിക്ട്ലി നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. സംഘകാല തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും പഴക്കമുള്ള ചരിത്ര പരാമർശവും തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തെ പറ്റിയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ഷേത്രം എത്രത്തോളം പുരാതനമായിട്ടുള്ളതാണെന്ന്. പിന്നെ കേരള തമിഴ് വാസ്തുവിദ്യയുടെ ഒരു സമന്വയമാണ് ഈ അമ്പലം കേട്ടോ. ഭാരതത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപദേവതകളുള്ള ക്ഷേത്രം എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. 33 ഉപദേവതകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു മഹോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോതി മഹോത്സവമാണ്. അതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. ദിവസേന പള്ളിയറ പൂജ നടക്കുന്നത് ഈ ഒരു അമ്പലത്തിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മംഗല്യഭാഗ്യത്തിനായിട്ടാണ് ഈ അമ്പലത്തിൽ വരിക എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എങ്കിലും ഇവിടെ മംഗല്യഭാഗ്യത്തിനും ദീർഘമംഗല്യഭാഗ്യത്തിനും സന്താന ഭാഗ്യത്തിനും ഈ ഒരു പള്ളിയറ പൂജ ചടങ്ങ് ദർശിക്കുന്നതും നല്ലതായിട്ടാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കേട്ടോ. പിന്നെ അമ്പലത്തിൽ നമ്മൾ കയറിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു അമ്പലത്തിലെ ഒരു സ്റ്റാഫ് തന്നെ നമ്മളെ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ നമ്മളെ
അമ്പലത്തിലെ തൊഴുന്ന ഒരു രീതി സാധാരണ അമ്പലങ്ങളിൽ വെച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്. നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു രീതിയും നമ്മളെ തൊഴാനായിട്ട് നമ്മുടെ കൂടെ നിന്ന് എല്ലാതും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായയും അദ്ദിക്ക് ഒരു വടയൊക്കെ കഴിപ്പിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തുമ്പോഴേക്കും നമുക്ക് ആകെ ടയേർഡാവുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിൽ കുറച്ച് ഫോട്ടോസും പുറത്തു നിന്നുള്ള ഫോട്ടോസും പിന്നെ കുറച്ച് റീൽസ് എടുക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരുവഞ്ചിക്കുളത്തപ്പനെ തൊഴുതിട്ട് ഇനി കൊടുങ്ങല്ലൂർ അമ്മേനെ തൊഴാൻ പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസാണുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചേരമാൻ ജുമാ മസ്ജിദ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഏരിയയിലാണെന്നുള്ളത് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടാതെ കുറച്ച് നേരം നമ്മൾ നിന്നു. പിന്നെ അതിന് ശേഷം പാർക്ക് ചെയ്തു. അത് ഭയങ്കര ചെളിയുമായിരുന്നു. ചെളിയിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ. ഞങ്ങളുടെ കാറിടാൻ സ്ഥലമില്ല. ഒന്നുകൂടി പറയും. ഞങ്ങളുടെ കാറിടാൻ സ്ഥലമില്ലാന്നേ, എന്താ ചെയ്യാ? അപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുനി പരശുരാമനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. കേരളത്തിലെ 64 ദേവി ക്ഷേത്രങ്ങളുടെ പാദസ്ഥാനമായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കേട്ടോ. കേരളത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് മുനി പരശുരാമൻ കേരളത്തിലെ 4 ദിക്കുകളിലായിട്ട് 4 ക്ഷേത്രങ്ങൾ നിർമ്മിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൽ തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയായിട്ടും കിഴക്ക് പടിഞ്ഞാറ് കല്ലേക്കുളങ്ങര ഹേമാംബികയായിട്ടും പടിഞ്ഞാറ് ലോകാംബികയായ കൊടുങ്ങല്ലൂർ അമ്മയായിട്ടാണ് ദേവി കുടികൊള്ളുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മളുടെ ഒരു വിശ്വാസം. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തി തന്നെയാണ്. പിന്നെ അവിടുത്തെ വിഗ്രഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിഗ്രഹം വരിക്കപ്ലാവിലാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ലൈനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് മനസ്സിലായില്ല അത് അമ്പലത്തേക്ക് തൊഴാനുള്ള വരിയാണെന്നുള്ളത്. നമ്മളെന്നിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നോക്കി. അപ്പോൾ ഈ വരി എന്ന് പറയുന്നത് നമ്മൾ കണ്ട വരി തന്നെയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. വരിയൊന്നും അങ്ങനെ നീങ്ങുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല. നിറയെ ആൾക്കാരും വാളും ചിലമ്പുമായിട്ടുള്ള കുറേ ആൾക്കാരുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ഫീലാണ്. നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും തിരക്കും നമ്മളങ്ങനെ കാണാത്തതാണ്. ഇന്നെന്തോ സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഫുൾ ലൈനാണ്. രാവിലെ ഫുഡ് കഴിച്ചു, ചായ കുടിച്ചു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും ഉച്ച കഴിയുമെന്ന് വെച്ചാൽ ഫുഡിൻ്റെ ടൈം. ഫുൾ ലൈനാണ്, ഭയങ്കര തിരക്കാണ് കണ്ടോ. എന്താ ചെയ്യാൻ, ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ വന്നേ. ഇത്രയ്ക്ക് തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇന്നിപ്പോൾ ഭയങ്കര അതിക്ക് ഈ അടുത്ത് തക്കാളിപ്പനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചതാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകണമെന്ന്. തക്കാളിപ്പനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബോക്സ് പോലെയുള്ള അസുഖമൊന്നുമല്ല, എങ്കിലും കുട്ടികൾക്ക് വരുന്ന ഒരു തരം ചിക്കൻ ബോക്സ് എന്ന് തന്നെ അതിനെ പറയാം. അത് വെച്ചിട്ട് നീ എന്തല്ലേ എന്നിക്കാത്ത രസം അങ്ങനെ ലൈനൊക്കെ നിൽക്കണം. ആൾക്കാരൊന്ന് ചീത്ത പറഞ്ഞാലാണ് എനിക്കും കേൾക്കും നിനക്കും കേൾക്കും. ഞങ്ങളിങ്ങനെ വരി നിന്ന് പിന്നെ മതിയായി കേട്ടോ. കുറേ
കുറേ നേരം നിന്നപ്പോൾ നല്ല വെയിലൊക്കെ വന്നു തുടങ്ങി. മുൻപ് അധികം വെയിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്നു. പക്ഷെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിലായി. അപ്പം നമ്മൾ ഈ മരത്തിൻ്റെ തണലിൽ വന്നിരുന്നതാട്ടോ. പിന്നെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അവന് കുറച്ച് നേരം കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പോൾ കുറച്ച് നേരം ഓടി കളിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മാറി മാറി അദ്വൈനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളൊരു അമ്മേനെ പരിചയപ്പെട്ടു. അപ്പോൾ ആ അമ്മ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ആ അമ്മയ്ക്കും മനസ്സിലായിട്ടില്ല എന്താ ഇന്ന് ഇത്ര വലിയ തിരക്ക്. ഞാനിവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക് എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്നും കർണാടക ഏരിയയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം ഇത്രയൊക്കെ തിരക്ക് എന്ന് തോന്നുന്നു. അവരൊക്കെ വലിയ ബസ്സുകളിൽ കുറേ ആളുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടമ്മമാരും ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഒരമ്മ നല്ലോണം സംസാരിക്കുന്നുണ്ടായിരുന്നു, മറ്റേ അമ്മ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ വാളും ജലവും എല്ലാവരുടെ കയ്യിലും കാണുന്നുണ്ടല്ലോ, അത് അമ്മയ്ക്ക് അറിയോ? അപ്പോൾ അമ്മ പറയുന്നത് എല്ലാവരും ചിലപ്പോൾ വഴിപാടായിട്ട് ചെയ്യുന്നതായിരിക്കും, ഇവിടെ സ്പെഷ്യലായിട്ട് അതാണല്ലോ ചെയ്യുന്നതെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചിരിക്കണം പ്രധാന വഴിപാട്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വഴിപാടാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കുരുമുളകും തൂവിക്കൽ. നമ്മൾ വീട്ടിൽ നിന്ന് മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വസൂരിമാലയ്ക്ക് ചാർത്തയാണ് ചെയ്യുന്നത്. അത് ഈ വസൂരി മാറാൻ വേണ്ടിയിട്ടും വസൂരി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് വേറൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ തത്രപ്പാടുകളൊക്കെയാണ് ഈ കാണുന്നത്. അവിടുത്തെ വരിയാണ് ഈ കാണുന്നത്. നമുക്ക് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റണില്ല, കാരണം അത്ര വലിയ വരിയാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു പകുതിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടു മുള്ളെന്താ? അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് നല്ല തിരക്കുണ്ട്. ഇന്നെന്തോ സ്പെഷ്യൽ ഡേ ആണോ എനിക്കറിയില്ല. ഞങ്ങളങ്ങനെ കുറേ സ്ഥലത്തൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയപ്പോൾ സമയം 1 മണിയാവാറായിട്ടുണ്ട്. ഇങ്ങോട്ട് വരണവരെ നേരത്തെ വരുന്നതാണ് നല്ലത്. മോർണിംഗ് ഒരു നേരത്തെ, എത്രയും നേരത്തെയാണോ അങ്ങനെ ഒരു 5 മണി 6 മണി ടൈമിലൊക്കെ ഒന്ന് തൊഴാൻ നല്ലതാണ്. സൺഡേ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ സൺഡേ ആണ്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്ര തിരക്ക്. ബസ്സോ ഞങ്ങളുടെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോകട്ടെ. രാവിലെ ഒരു ചായ മാത്രമാണ് കുടിച്ചത്, പിന്നെ ഇനി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ബൈ. സോ ബൈ ബൈ. അങ്ങനെ നമ്മൾ അവിടെ കണ്ട കടകളിലൊക്കെ വെറുതെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല, ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ വാങ്ങിക്കാൻ തോന്നിയൊന്നുമില്ല. അതിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്നു നമ്മൾ. അയ്യേ
അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഹോട്ടൽ ആര്യാസിലാണ് കേട്ടോ നമ്മൾ കയറിയത്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, ഇരിക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടി. എന്നാൽ വിശന്നിട്ടാണെങ്കിൽ നമുക്ക് വയ്യ. അങ്ങനെ അമലിന് മാത്രം നേരത്തെ ഫുഡ് വന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിക്കാം കേട്ടോ. ഞാൻ നെയ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. അതൊക്കെ എത്താൻ ഒരുപാട് ടൈം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു ബിരിയാണി വേറെ പിന്നെ മാറ്റി ഓർഡർ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്ക് ഒരു പാർട്ട് 2 ഉണ്ട്. നമ്മൾ സൺഡേ ഈവനിങ് വേറൊരു അമ്പലത്തിലും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം. സ്റ്റേ ട്യൂൺ ഫോർ ദ പാർട്ട് 2. ഓക്കെ, ബൈ.